ഹലോ എവ്രിവൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന ചാപ്റ്ററിന്റെ എട്ടാമത്തെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രകാശത്തിന്റെ വിസരണം, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. അപ്പൊ ഈ ഒരു ടെക്സ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനേക്കാളും മുന്നേ ആയിട്ട് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ വിസരണം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് നിങ്ങൾ വെള്ളം തറയിലേക്കോ എവിടേക്കെങ്കിലും ഒഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ തറയിലേക്ക് വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ പല സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ തെറിച്ചു പോകും അല്ലേ? വെള്ളം ഇങ്ങനെ തറയിലേക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കൊണ്ടതിന് ശേഷം ഇങ്ങനെ പല ദിശയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തെറിച്ചു പോകുന്നുണ്ട് അല്ലെ? പല ദിശയിലേക്ക് തെറിച്ചു പോകുന്നുണ്ട്. ക്രമരഹിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തെറിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ പ്രകാശം ഏതെങ്കിലും ഒരു കണികയുമായിട്ട് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അല്ലെ, പ്രകാശം ഏതെങ്കിലും ഒരു കണികയുമായി കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ പല ദിശയിലേക്ക് ക്രമരഹിതമായി തെറിച്ചു പോകുന്നതിനാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വിസരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ? ഇത് കുഞ്ഞു പാർട്ടിക്കിൾസ് ആണ്. ഇതേപോലെ തന്നെ കുറച്ച് വലിയ എന്തും ഉണ്ടാവും? പാർട്ടിക്കിൾസും ഉണ്ടാവും അല്ലെ? വലിയ പാർട്ടിക്കിൾസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകളിലൂടെ എന്ത് ചെയ്യാനായിട്ട് പോവാ? നമ്മൾ ലൈറ്റിനെ കടത്തി വിടാനായിട്ട് പോവാണ്. അപ്പൊ ലൈറ്റിനെ കടത്തി വിട്ട് അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്ത് ലൈറ്റ് കടന്നു പോവാണ് ചെയ്യുന്നത്. അപ്പൊ ലൈറ്റ് കടന്നു പോകുമ്പോൾ അന്തരീക്ഷത്തിൽ കുഞ്ഞു പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള കണികകളാണെങ്കിൽ കൂട്ടിമുട്ടാനുള്ള ചാൻസ് വളരെ കുറവാണല്ലോ അല്ലെ? ഒരു കുഞ്ഞു കണികകളാണ് ഉള്ളതെങ്കിൽ കൂട്ടിമുട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. നേരെ മറിച്ച് കണികകളൊക്കെ വലിയ സൈസിലാണ് ഉള്ളതെങ്കിലോ കൂട്ടിമുട്ടാനുള്ള ചാൻസ് എന്താണ്? കൂടുതലാണ് അല്ലെ? കൂട്ടിമുട്ടാനുള്ള ചാൻസ് എന്താണ്? കൂടുതലാണ്. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? തെറിച്ചു പോകുന്നുണ്ട് അല്ലെ? പല ദിശയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ക്രമരഹിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തെറിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഈ ചെറിയ കണികകളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ തെറിച്ചു പോവാനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ലെ? വളരെ കുറവാണ്. നേരെ മറിച്ച് കണികകളുടെ സൈസ് അല്ലെ, കണികകളുടെ വലിപ്പം കൂടുതലാണെങ്കിൽ കൂട്ടിമുട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെ? കൂട്ടിമുട്ടുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? തെറിച്ചു പോകുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? തെറിച്ചു പോകുന്നത് കൂടുതലും ആണ്. അപ്പൊ ഈ ഒരു ഭാഗത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കണികകളുടെ സൈസ് അല്ലെങ്കിൽ കണികകളുടെ വലുപ്പം ചെറുതാണെങ്കിൽ തെറിച്ചു പോകുന്നത് കുറവാണ്. കണികകളുടെ വലുപ്പം കൂടുതലാണെങ്കിലോ തെറിച്ചു പോകുന്നത് കൂടുതലുമാണ് അല്ലെ? തെറിച്ചു പോകുന്നത് കൂടുതലും ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാ? വിസരണം അല്ലെ? വിസരണം കുറവാണ്. ഇവിടെ വിസരണം കൂടുതലാണ്. കണികകളുടെ സൈസ് കുറയുമ്പോൾ വിസരണത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. കണികകളുടെ സൈസ് വലുതാണെങ്കിൽ വിസരണത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു അല്ലെ? ഒന്ന് കുറയുമ്പോൾ കുറയുന്നു, കൂടുകയാണെങ്കിൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. ഞാനിവിടെ എഴുതി തരാം. കണികകളുടെ വലുപ്പം കുറയുകയാണെങ്കിൽ വിസരണം കുറയുകയാണ് ചെയ്യുന്നത്. കണികകളുടെ വലുപ്പം കൂടുകയാണെങ്കിൽ വിസരണം ചെയ്യുന്നത്? വിസരണവും കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? കുറവ് സൈസുള്ള ചെറിയ സൈസ് ആണെങ്കിൽ വിസരണം കുറയുന്നു. കൂടുതൽ സൈസ് ആണെങ്കിൽ കൂട്ടിമുട്ടാനുള്ള ചാൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ വിസരണം കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം.
സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശകിരണങ്ങൾ അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണികകളിൽ തട്ടി ചിതറുന്നതിന്റെ രേഖാചിത്രമാണ് ചിത്രം 3.19 തന്നിരിക്കുന്നത്. ഇവിടെ എന്താ, അന്തരീക്ഷത്തിൽ കുഞ്ഞി എന്തുണ്ട്, കണികകളുണ്ട്. സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശം ഈ കണികകളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, പല ദിശയിലേക്ക് എന്ത് ചെയ്യുന്നത്, തെറിച്ചു പോകുന്നുണ്ട് അല്ലെ, പല ദിശയിലേക്ക് ചിതറിപ്പോകുന്നുണ്ട്. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, വിസരണം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. കണികകളുടെ സൈസ് അല്ലെ, കണികകളുടെ വലിപ്പം ചെറുതാണെങ്കിൽ വിസരണം കുറവായിരിക്കും. കണികകളുടെ വലിപ്പം കൂടുതലാണെങ്കിൽ വിസരണം കൂടുതലായിട്ട് നടക്കും. അപ്പൊ ഈ ഒരു വിസരണം, അന്തരീക്ഷത്തിൽ വിസരണം നടക്കുന്നതിന്റെ ഒരു പ്രതിഭാസമാണ് എന്ത്, ഇവിടെ നിങ്ങൾ ആകാശത്തിന്റെ നീല കളർ കാണുന്നുണ്ടല്ലോ അല്ലെ, ഈ ആകാശത്തിന്റെ നീല കളറിന് കാരണം വിസരണമാണ്. അതേപോലെ തന്നെ നമ്മളുടെ കടലിലുള്ള വെള്ളത്തിന്റെ കളർ എന്താ, നീലയാണ് അല്ലെ, അതിന്റെ കാരണം എന്താ, നമ്മളുടെ വിസരണമാണ്. അതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും എന്താ, ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ എന്താ, ചുവപ്പ് കലർന്ന അല്ലെ, ഓറഞ്ച് കലർന്ന ഒരു ചുവപ്പ് നിറം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അതിന്റെ കാരണം എന്താ, നമ്മളുടെ വിസരണമാണ്. ആകാശത്തിന്റെ നീല കളറും പിന്നെ എന്താ, സൂര്യന്റെ ആ ഒരു ഉദിക്കുന്ന അസ്തമിക്കുന്ന സമയത്തുള്ള ഓറഞ്ച് കളറും അതൊക്കെ എന്താണ്, വിസരണത്തിന്റെ കാരണമാണ്. അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി നോക്കാം. സൂക്ഷ്മ കണികകളിൽ തട്ടി പ്രകാശം ചിതറുന്നത് ഏത് തരത്തിലാണ്, ക്രമരഹിതമായി, ഏത് തരത്തിലാ, ക്രമമായിട്ട് അല്ല അല്ലെ, ക്രമരഹിതമായിട്ടാണ് പോകുന്നത്. സൂര്യപ്രകാശം എല്ലായിടത്തും വ്യാപിക്കുന്നതിന് ഇത്തരത്തിലുള്ള ചിതറൽ ഇടയാക്കുന്നുണ്ടോ, ഉണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള ചിതറൽ കാരണമാണ് എന്ത്, സൂര്യപ്രകാശം എല്ലായിടത്തും വ്യാപിക്കുന്നത്. പ്രകാശം ഇപ്രകാരം ചിതറുന്ന പ്രതിഭാസമാണ് വിസരണം അല്ലെ, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നോക്ക്, ഇവിടെ ഒരു പെട്ടി കൊടുത്തിട്ടുണ്ട് അല്ലെ. മാധ്യമത്തിലെ കണികകളിൽ തട്ടി പ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് എന്ത്, വിസരണം അല്ലെ. മാധ്യമത്തിലെ കണികകളിൽ തട്ടി പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്, ക്രമരഹിതമായിട്ടും ഭാഗികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിസരണം അഥവാ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കാറ്ററിങ് ഇപ്പൊ നമ്മൾ പഠിച്ചത് ചെറിയ കണികകളാണെങ്കിൽ വിസരണം കുറവായിരിക്കും, വലിയ കണികകളാണെങ്കിൽ വിസരണം കൂടുതലായിരിക്കും. ഇതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി നോക്കാനുണ്ട്. ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതിനേക്കാളും മുന്നേ വേറെ കുറച്ച് കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പോ നമ്മളുടെ കയ്യിൽ ചുരുമിനിട്ട്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വിചാരിക്കും. ഇവിടെ എന്താണ്, കുറച്ച് കണികകൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് കണികകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു നീല നിറത്തിലുള്ള ലൈറ്റിനെ എന്ത് ചെയ്യാനായിട്ട് പോവാണ്, കടത്തിവിടാനായിട്ട് പോവാണ്. നീല നമുക്കറിയാം എന്താ, വിബ്ജിയോർ അല്ലെ, വിബ്ജിയോർ. വൈറ്റ് ലൈറ്റിൽ എന്തൊക്കെ കളേഴ്സ് ഉണ്ട്, ഈ 7 വർണ്ണങ്ങളുണ്ട് അല്ലെ, വിബ്ജിയോർ. വയലറ്റിനാണ് എന്തെന്ന്, ഏറ്റവും കുറവ് തരംഗ ദൈർഘ്യം അല്ലെ, റെഡിനാണ് ഏറ്റവും കൂടുതൽ എന്ത്, ഇതിന് തരംഗ ദൈർഘ്യം കുറവും, റെഡിന് എന്താണ്, തരംഗ ദൈർഘ്യം കൂടുതലുമാണ് അല്ലെ. തരംഗ ദൈർഘ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ അടുത്തടുത്തുള്ള 2 ശൃംഗങ്ങൾ തമ്മിലോ അടുത്തടുത്തുള്ള 2 ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലം, അതിനെയാണ് നമ്മൾ ഈ ലാംഡ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മളുടെ വയലറ്റിന് എന്താണ്, തരംഗ ദൈർഘ്യം കുറവാണ്, റെഡിനാണോ തരംഗ ദൈർഘ്യം കൂടുതലാണ്. അപ്പൊ ആദ്യം ഞാൻ ഒരു വയലറ്റ് കളർ, ഓക്കെ, വയലറ്റ് കളറിന് എന്ത് ചെയ്യാനായിട്ട് പോവാം, കടത്തി വിടാനായിട്ട് പോവാന്ന് വിചാരിക്കുക. അപ്പൊ വയലറ്റിന് എന്താണ്, തരംഗ ദൈർഘ്യം എന്താണ്, കുറവാണ് അല്ലെ, തരംഗ ദൈർഘ്യം കുറവാണ്. അപ്പൊ വയലറ്റിനെ ഞാൻ കടത്തി വിട്ട്. ഇത് ഞാൻ കടത്തി വിടാനായിട്ട് പോകുന്നത്, ഇത് ബ്ലൂ നിറം കൊണ്ട് വരച്ചതേ ഉള്ളൂ കേട്ടോ, വയലറ്റ് ആണെന്ന് വിചാരിക്കണേ. ഇതെന്താ, വയലറ്റ് കളർ. ഇനി ഞാൻ എന്താ, റെഡിനാണ് കടത്തി വിടാനായിട്ട് പോകുന്നത്. റെഡിന് എന്താണ്, തരംഗ ദൈർഘ്യം കൂടുതലാണ് അല്ലെ, റെഡിന് എന്താ, തരംഗ ദൈർഘ്യം കൂടുതലാണ്. അപ്പൊ റെഡിന് എന്ത് ചെയ്തിട്ടുണ്ട്, കടത്തി വിട്ടിട്ടുണ്ട്.
ഇതേതാണ്? ഇത് നമ്മളുടെ വയലറ്റ് ആണ്. ഇതെന്താണ്? റെഡ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വയലറ്റ് കളറ് പാർട്ടിക്കിൾസുമായിട്ട് അല്ലെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ടല്ലോ അല്ലെ. ഇവിടെ വെച്ചും ഇവിടെ വെച്ചും കുറേ പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വയലറ്റ് കൂട്ടിമുട്ടുന്നുണ്ട്. എന്നാൽ റെഡിനെടുത്ത് നോക്കുകയാണെങ്കിലോ വളരെ കുറവ് രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കൂട്ടിമുട്ടുന്നുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. വയലറ്റിന് എന്താണ്? തരംഗ ദൈർഘ്യം കുറവാണ്. റെഡിന് എന്താണ്? തരംഗ ദൈർഘ്യം കൂടുതലുമാണ്. അപ്പൊ തരംഗ ദൈർഘ്യം കുറവുള്ള ഈ ഒരു വയലറ്റ് കളറ് കൂടുതൽ എന്താ? കണികകളുമായിട്ട് എന്ത് ചെയ്യുന്നത്? കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെ. കൂടുതൽ കണികകളുമായിട്ട് കൂട്ടിമുട്ടുമ്പോ അല്ലെ തെറിച്ചു പോകുന്ന അളവും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലെ. തെറിച്ചു പോകുന്ന അളവ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. എന്നാൽ റെഡിന്റെയോ തെറിച്ചു പോകുന്ന അളവ് എന്താണ്? കുറവുമാണ് അല്ലെ. വയലറ്റിന്റെ എന്താണ്? കൂട്ടിമുട്ടൽ കൂടുതലാണ്. അതുകൊണ്ട് എന്താ? തെറിച്ചു പോകുന്നത് അല്ലെ, ചിതറി പോകുന്നത് എന്താണ്? കൂടുതലാണ്. അങ്ങനെ ചിതറിപ്പോയി 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 ഇവിടെ വിസരണം അല്ലെ. വിസരണം എന്തായിരിക്കും? വിസരണം കൂടുതലായിരിക്കും അല്ലെ. കൂട്ടിമുട്ടി തെറിച്ചു പോകുന്നത് എന്താ? കൂടുതലാണ്. അപ്പൊ ഇവിടെ വിസരണം എന്താണ്? കൂടുതലായിരിക്കും. ഇവിടെയോ? ഇവിടെ വളരെ കുറവ് രീതിയിൽ മാത്രമേ കൂട്ടിമുട്ടി തെറിച്ചു പോകുന്നുള്ളൂ. അപ്പൊ ഇവിടെ വിസരണം എന്താണ്? വിസരണം ഇവിടെ കുറവാണ്. വിസരണം ഇവിടെ കുറവാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലാംഡ അല്ലെ, നമ്മുടെ തരംഗ ദൈർഘ്യം കൂടുകയാണെങ്കിൽ വിസരണത്തിന് എന്താ സംഭവിക്കുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. തരംഗ ദൈർഘ്യം കൂടുകയാണെങ്കിൽ വിസരണത്തിന് എന്താ സംഭവിക്കുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. തരംഗ ദൈർഘ്യം കുറയുകയാണ് ചെയ്യുന്നതെങ്കിലോ വിസരണത്തിന് എന്താ സംഭവിക്കുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത് അല്ലെ. വയലറ്റ് എന്ന് പറയുന്നത് എന്താ? തരംഗ ദൈർഘ്യം കുറവാണ്. തരംഗ ദൈർഘ്യം കുറവാണ്. പക്ഷെ ഇവിടെ വിസരണം കൂട്ടിമുട്ടി ചിതറിപ്പോകുന്നത് എന്താ? കൂടുതലാണ് അല്ലെ. തരംഗ ദൈർഘ്യം കുറവുള്ളതിന് വിസരണം കൂടുതലാണ്. തരംഗ ദൈർഘ്യം കുറവുള്ളതിനാണെങ്കിൽ തരംഗ ദൈർഘ്യം കൂടുതലുള്ളതിനാണെങ്കിൽ വിസരണം കുറവുമാണ്. അപ്പോ ഒരു വിസരണം എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് 2 പോയിന്റ് ആണ്. ഒന്ന്, കണികകളുടെ വലുപ്പം അനുസരിച്ച് പറയണം. കണികകളുടെ വലുപ്പം അനുസരിച്ച് പറയണം. പിന്നെ എന്താണ്? നമ്മളുടെ പ്രകാശത്തിന്റെ അല്ലെ, പ്രകാശത്തിന്റെ എന്താ? തരംഗ ദൈർഘ്യം വെച്ചും പറയണം അല്ലെ. തരംഗ ദൈർഘ്യം വെച്ചും പറയണം. കണികകളുടെ വലിപ്പം കൂടുകയാണെങ്കിൽ വിസരണത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടുന്നുണ്ട്. കണികകളുടെ വലിപ്പം കുറയുകയാണെങ്കിൽ വിസരണത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? കുറയുന്നുണ്ട് അല്ലെ. ഇനി പ്രകാശിക തരംഗം അല്ലെ, ലാംഡ, തരംഗ വേഗം കൂടുകയാണെങ്കിൽ തരംഗ ദൈർഘ്യം കൂടുകയാണെങ്കിൽ വിസരണത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. തരംഗ ദൈർഘ്യം കുറയുകയാണെങ്കിൽ വിസരണത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. അപ്പൊ ഈ ഒരു 2 പോയിന്റ് എന്താ? ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. നിർബന്ധമായിട്ടും പഠിക്കേണ്ട 2 കാര്യങ്ങളാണ് ഇത് കേട്ടോ. കണികകളുടെ വലിപ്പം അനുസരിച്ചും തരംഗ ദൈർഘ്യം അനുസരിച്ചും എങ്ങനെ നമുക്ക് വിസരണത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് പഠിച്ചു വെക്കണം നിർബന്ധമായി. ഓക്കെ. അപ്പൊ ഈ 2 കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആക്ടിവിറ്റി നോക്കാനായിട്ട് പോവാം. ഓക്കെ. പ്രകാശത്തില് അത് നോക്കിയില്ലേ, ചതുരാകൃതിയിലുള്ള ഒരു ഗ്ലാസ് പാത്രത്തിൽ 1/4 ഭാഗത്തോളം ജലമെടുക്കും. ചിത്രത്തിലേതുപോലെ ടോർച്ചിൽ നിന്നുള്ള പ്രകാശരശ്മികൾ പാത്രത്തിലെ ജലത്തിലൂടെ ഒരു സ്ക്രീനിൽ പതിപ്പിക്കും. ലിറ്ററിന് 2 ഗ്രാം എന്ന തോതിൽ സോഡിയം തയോസൾഫേറ്റ് പാത്രത്തിലെ ജലത്തിൽ ലയിപ്പിക്കുക. ഇതിലേക്ക് 1-2 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കും. ലായനികളിലും സ്ക്രീനിലും പ്രകാശത്തിനുണ്ടാകുന്ന ക്രമാനുഗതമായ മാറ്റം നിരീക്ഷിക്കുക. നമുക്ക് നോക്കാം എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമുക്ക് ആദ്യം എന്താ? ഒരു ഗ്ലാസ് പാത്രം ഉണ്ട്. അതിൽ എന്തുണ്ട്? പച്ചവെള്ളം ഉണ്ട് അല്ലെ. അതിലെന്തുണ്ട്? പച്ചവെള്ളം ഉണ്ട്. പിന്നെയും ആ ഗ്ലാസ് പാത്രത്തിലേക്ക് എന്താണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്? യെസ്, ആ ഗ്ലാസ് പാത്രത്തിലേക്ക് നമ്മൾ സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്ത് അല്ലെ. സോഡിയം തയോസൾഫേറ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പച്ചവെള്ളത്തിലേക്ക് സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്ത്.
ഇനി എന്ത് ചെയ്ത് ആ സോഡിയം തയോസൾഫേറ്റിലേക്ക് എന്ത് ചെയ്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്ക്രീന് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ക്രീന് വെച്ചിട്ടുണ്ട്. ഒരു ടോർച്ചിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലൈറ്റും അടിക്കുന്നുണ്ട്. ടോർച്ചിൽ നിന്ന് വൈറ്റ് ലൈറ്റ് ആയിരിക്കും വരിക അല്ലെ, ധവള പ്രകാശമാണ് വരിക. ധവള പ്രകാശത്തിൽ എന്താ, നമ്മളുടെ വിബ്ജിയോർ ഉണ്ട് അല്ലെ, നമ്മളുടെ വിബ്ജിയോർ ആണ് ധവള പ്രകാശത്തിലുള്ളത്. അപ്പൊ ടോർച്ചിൽ നിന്ന് ലൈറ്റ് അടിച്ചപ്പോ അല്ലെ, ടോർച്ചിൽ നിന്ന് ലൈറ്റ് അടിച്ചപ്പോ ഈ ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് എന്താ, ഇതിലൂടെ കടന്നുപോയി സ്ക്രീനിലേക്ക് വരും. അപ്പൊ സ്ക്രീനിലേക്ക് നമുക്ക് ഏത് കളർ കാണാനായിട്ട് പറ്റും? യെസ്, വൈറ്റ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. വൈറ്റ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. ഇനി ഈ സെയിം വെള്ളത്തിലേക്കാണ് നമ്മൾ ആരെ ആഡ് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ സോഡിയം തയോസൾഫേറ്റിനെ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെ, നമ്മളുടെ സോഡിയം തയോസൾഫേറ്റിനെ ആഡ് ചെയ്ത്. ഇനി ഈ ഒരു വൈറ്റ് ലൈറ്റ് അടിച്ചപ്പോ എന്ത് സംഭവിച്ചു? ഇവിടെ എന്താ, ഇവിടെ സോഡിയം തയോസൾഫേറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിനേക്കാൾ എന്ത് ചെയ്ത്, പാർട്ടിക്കിൾസിന്റെ വലിപ്പം ഒന്നും കൂടി ഒന്ന് കൂടിയിട്ടുണ്ട് അല്ലെ, ഒന്നും കൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്കിൾസിന്റെ വലിപ്പം കൂടുമ്പോൾ സ്കാറ്ററിങ് അല്ലെ, വിസരണത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? യെസ്, കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ധവളപ്രകാശത്തിൽ 7 വർണ്ണമുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ആദ്യം നമ്മളുടെ ആര് വന്ന്, നമ്മളുടെ വയലറ്റ് വന്ന് അല്ലെ. വയലറ്റ് ഇങ്ങനെ വന്ന് അതെന്താ, കൂടുതൽ കണികകളോട് കൂട്ടിമുട്ടി വിസരണം സംഭവിച്ച് ഇല്ലാണ്ടായി പോയി അല്ലെ. ഇനി ആര് വന്ന്, നമ്മളുടെ ഇൻഡിഗോ വന്ന്, അതുപോലെ ബ്ലൂ വന്ന്, അങ്ങനെ ഓരോ കളർ വന്ന് ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു? പൂർണ്ണമായിട്ട് വിസരണം നടന്നു പോയി. പിന്നെ വരുന്നത് നമ്മളുടെ യെല്ലോ ആയിരിക്കും. ആരാണ്? യെല്ലോ. വയലറ്റിനും ഇൻഡിഗോനും ബ്ലൂവിനും ഒക്കെ എന്ത് ചെയ്ത്, വിസരണം സംഭവിച്ചു. പിന്നെ വരുന്നത് ആരായിരിക്കും? നമ്മളുടെ യെല്ലോ ആയിരിക്കും. അപ്പൊ ഏകദേശം ഒരു യെല്ലോ കളർ, മഞ്ഞ നിറത്തിൽ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഇനി ഈ സോഡിയം തയോസൾഫേറ്റിലേക്ക് നമ്മൾ ഇനി ആരെ ആഡ് ചെയ്യാനായിട്ട് പോയേ? HCl ആഡ് ചെയ്ത് അല്ലെ. HCl ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും എന്ത് ചെയ്ത്, റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. എന്ത് ചെയ്ത്, റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. റിയാക്ട് ചെയ്തപ്പോൾ ഇവർ രണ്ടാളും, സോഡിയം തയോസൾഫേറ്റും HCl റിയാക്ട് ചെയ്തപ്പോൾ ഇതിലുള്ള പാർട്ടിക്കിൾസ് ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, വലുതായി വരാനായിട്ട് തുടങ്ങി. ഒരു കൊളോയിഡ് ഫോം ഉണ്ടായി. അതായത് പാല് പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി ആയി. പിന്നെ അതിലുള്ള പാർട്ടിക്കിൾസിന്റെ വലിപ്പം എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, വലുതായി വരാനായിട്ട് തുടങ്ങി. അപ്പൊ വലുതായി വരുമ്പോൾ എന്ത് പ്രശ്നം വന്നു? യെസ്, വലുതായി വരുമ്പോൾ സ്കാറ്ററിങ് എന്താണ്, കൂടി വന്നു. സ്കാറ്ററിങ് എന്ത് ചെയ്യും, കൂടി വന്നു. അപ്പോ ചെറിയ തരംഗ ദൈർഘ്യമുള്ള വയലറ്റ് വന്നപ്പോ എന്താ, വിസരണം സംഭവിച്ചു പോയി. പിന്നെ ഇൻഡിഗോ വന്നപ്പോ അതിനും എന്ത് ചെയ്ത്, വിസരണം സംഭവിച്ചു പോയി. ബ്ലൂ വന്നപ്പോ അതിനും വിസരണം സംഭവിച്ചു. ജി വന്നപ്പോ അതിനും വിസരണം സംഭവിച്ചു. അങ്ങനെ ഓരോ കളറും വന്നപ്പോ എന്താ, ഒരിക്കൊക്കെ വിസരണം സംഭവിച്ച് തെറിച്ച് പോയി. പിന്നെയുള്ള ആരാ, നമ്മളുടെ റെഡ് അല്ലെ. റെഡിന് എന്താണ്, തരംഗ ദൈർഘ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താ, വിസരണം കുറഞ്ഞ രീതിയിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം വിസരണം സംഭവിച്ച് തീർന്നു പോയി അല്ലെ. ആകെ ബാക്കിയുള്ള ആരാ, നമ്മളുടെ റെഡ് കളർ മാത്രം അല്ലെ. അപ്പൊ നമുക്ക് ഈ സ്ക്രീനിൽ ഏത് കളർ കാണാനായിട്ട് പറ്റും? റെഡ് കളർ കാണാനായിട്ട് പറ്റും. ഏത് കളർ കാണാനായിട്ട് പറ്റും? റെഡ് കളറാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. ഓക്കെ. അതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. ടോർച്ച് ലൈറ്റ് അടിച്ചു, സോഡിയം തയോസൾഫേറ്റും HCl അടങ്ങിയിട്ട ജലത്തിലേക്ക് അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ബാക്കി എല്ലാ തരംഗ ദൈർഘ്യം കുറവുള്ളതും എന്ത് സംഭവിച്ചു? വിസരണം സംഭവിച്ചു അല്ലെ. തെറിച്ച് പല വഴിക്കായി പോയി. ആകെ തരംഗ ദൈർഘ്യം കൂടുതലുള്ള റെഡിന് മാത്രം എന്ത് സംഭവിച്ചില്ല? യെസ്, വിസരണം കുറഞ്ഞ രീതിയിൽ മാത്രം സംഭവിച്ചു. ബാക്കിയുള്ള റെഡ് സ്ക്രീനിലേക്ക് എത്തുകയും ചെയ്തു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഇത്? ലായനിയിൽ ആദ്യം ഏത് വർണ്ണമാണ് വ്യാപിച്ചത് അല്ലെ. വെള്ളം മാത്രം എടുത്തപ്പോൾ എല്ലാ കളറും പോയി. പിന്നെ സോഡിയം തയോസൾഫേറ്റ് ഇട്ടപ്പോൾ എന്താ, കുറച്ച് പ്രകാശങ്ങളിലെ തരംഗ ദൈർഘ്യം കുറവുള്ളതൊക്കെ എന്ത് സംഭവിച്ചു? വിസരണം സംഭവിച്ചു. ബാക്കി കളർ വന്നു. എന്നിട്ട് ലാസ്റ്റ് ഏത് കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? റെഡ് കളറാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. ചുവപ്പാണ് കിട്ടിയിട്ടുള്ളത്. സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കൊളോയിഡൽ സൾഫർ അവക്ഷിപ്തപ്പെടുന്നു. ക്രമേണ
കണികകളുടെ വലിപ്പം കൂടുന്നു അല്ലെ, നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്ത്? കണികകളുടെ വലിപ്പം കൂടുന്നു, ഇതൊരു കൊളോയിഡായി മാറി, എന്നിട്ട് എന്താ, കണികകളുടെ വലിപ്പം കൂടി കൂടി വരുന്നു. സൾഫർ കണങ്ങളുടെ വലിപ്പം ക്രമേണ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് വിസരണത്തിനുണ്ടാകുന്ന വ്യത്യാസം തരംഗദൈർഘ്യവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുക. എന്താണ്? യെസ്, തരംഗദൈർഘ്യം കൂടുകയാണെങ്കിൽ വിസരണം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട് അല്ലെ. കണികകളുടെ വലിപ്പം കൂടുകയാണെങ്കിൽ വിസരണം കൂടുകയും ചെയ്യുന്നുണ്ട്. സൂര്യപ്രകാശത്തിലെ തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, നീല എന്നീ വർണ്ണങ്ങൾ അന്തരീക്ഷത്തിലെ കണികകളിൽ തട്ടി കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്നു അല്ലെ. നമ്മളുടെ തരംഗദൈർഘ്യം കുറഞ്ഞ് വയലറ്റ്, ഇൻഡിഗോ, നീല എന്നീ വർണ്ണങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? കണികകളിൽ തട്ടി എന്ത് ചെയ്യുന്നു? വിസരണം കൂടിയ അളവിൽ നടക്കുന്നു. താരതമ്യേന തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് വർണ്ണത്തിന് വിസരണം വളരെ കുറവായിരിക്കും അല്ലെ. തരംഗദൈർഘ്യം കൂടിയ ചുവപ്പിന് എന്താ? വിസരണം കുറവായിരിക്കും. അതിനാൽ അന്തരീക്ഷത്തിലെ ചുവപ്പ് വർണ്ണത്തിന് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എന്ത്? ചുവപ്പിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ നമ്മള് റോഡിന്റെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും വാർണിംഗ് സിഗ്നൽസ് ഒക്കെ അല്ലെ. വാർണിംഗ് സിഗ്നൽസ് ഒക്കെ എന്താ? റെഡ് കളറിലായിരിക്കും ഉണ്ടാവുക. അതെന്തിനായിരിക്കും റെഡ് കളറിൽ? യെസ്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിന് വിസരണം എന്താ? കുറവാണ് അല്ലെ. റെഡിന് വിസരണം കൂടുതലാണ്. കാരണം എന്താ? റെഡിന്റെ തരംഗദൈർഘ്യം കൂടുതലാണ്. വിസരണം കുറവായത് കൊണ്ട് റെഡിന് എന്താ? കൂടുതൽ ദൂരം എന്ത് ചെയ്യാനായിട്ട് പറ്റും? സഞ്ചരിക്കാനായിട്ട് പറ്റും അല്ലെ. റെഡിന്റെ വിസരണം കുറവാണ്, അതുകൊണ്ട് തന്നെ എന്താ? അതിന് കൂടുതൽ ദൂരം എന്ത് ചെയ്യാനായിട്ട് പറ്റും? സഞ്ചരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് റോഡ് സൈഡിലൊക്കെ ഉള്ളത് എന്താ? വാർണിംഗ് സിഗ്നൽസ് ഒക്കെ റെഡ് കളറിൽ കാണാനായിട്ട് പറ്റുന്നത്. വിസരണത്തിന്റെ അളവും കണങ്ങളുടെ വലുപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കണങ്ങളുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടും അല്ലെ. ഇത് നമ്മൾ കണ്ടതാണ് അല്ലെ. കണികകളുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് എന്താ? വിസരണം കൂടും. കണികകളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തെക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ ആയിരിക്കും. എന്താണ്? തരംഗദൈർഘ്യം, പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തിനേക്കാൾ കൂടുതലാണ് നമ്മളുടെ കണികകളുടെ വലിപ്പമെങ്കിൽ എല്ലാ പ്രകാശത്തിനും എന്തായിരിക്കും? ഒരേ രീതിയിലായിരിക്കും വിസരണം സംഭവിക്കുക. ഇനി നമുക്ക് ഈ ഒരു വിസരണത്തിന്റെ അപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളുടെ ആകാശത്തിന്റെ നീല നിറവും പിന്നെ കടലിന്റെ നീല നിറവും സൂര്യൻ അസ്തമിക്കുമ്പോഴും ഉദിക്കുമ്പോഴുള്ള ഓറഞ്ച് റെഡ് കളറിന്റെ ഒക്കെ കാരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.